നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വി ഡി സതീശൻ്റെ വനയാത്ര, നരേന്ദ്രമോദിക്ക് സമാനമായ ഒരു വനയാത്ര നടത്തുവാനാണോ വി ഡി സതീശൻ പോയതെന്നറിയില്ല. പക്ഷേ ഇത് രണ്ടും തമ്മിൽ തുലനം ചെയ്യാൻ പറ്റില്ല. ആനയും ആടും ഒരുപോലെ ആകില്ലല്ലോ എന്നാണ് പറയുന്നത്. അതായത് ഭാരതത്തിൻ്റെ ഹിമാലയ സാനുക്കളിൽ നിന്നുകൊണ്ട് സന്യാസിമാരെ അഭിസംബോധന ചെയ്യുവാൻ കരുത്തുള്ള നേതാവാണ് നരേന്ദ്രമോദി. അതുപോലെ ആകുമോ വി ഡി സതീശൻ എന്നാണ് പ്രധാനമായുമുള്ള ചോദ്യം. വി ഡി സതീശനെ അത്ര കണ്ടൊന്നും മലയാളിക്ക് മറക്കുവാൻ കഴിയില്ല, അല്ലെങ്കിൽ ഹിന്ദുവിന് മറക്കുവാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ് പാടി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ളൊരു പ്രസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിയ ആളാണ് വി ഡി സതീശൻ. അത്തരത്തിലൊരു ഭീകരവാദ പ്രസ്ഥാനത്തിനോടൊപ്പം തോളിൽ കൈയിട്ടിരുന്നു കൊണ്ട് കേരളത്തിൻ്റെ അധികാരം പങ്കിടുവാനായിട്ട് ഒരു തരത്തിലുള്ള മനസ്സാക്ഷിക്കുത്തും തോന്നാത്ത നേതാവിന് എങ്ങനെയാണ് നരേന്ദ്രമോദിയെ പോലെ ആകാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ് എന്ന് തോന്നുന്നു. ഇത് ഒരു കാരണവശാലും വി ഡി സതീശന് അനുയോജ്യമായ ഒരു കുപ്പായമേ അല്ല എന്ന് അദ്ദേഹം പല തവണ തെളിയിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു ഹിന്ദു വിരോധം എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. SDPI പോലുള്ളൊരു ഭീകരവാദ സംഘടനയെ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ളൊരു ഭീകരവാദ സംഘടനയെ ഒപ്പം കൂട്ടുവാനും ഒപ്പം ചേർത്ത് നിർത്തുവാനും ഒറ്റച്ചങ്ങാതിമാരായി നടക്കുവാനും വി ഡി സതീശന് കരുത്തുണ്ടെങ്കിൽ ആ കരുത്തിൻ്റെ പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും. അതിനെ ഒരിക്കലും രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയെന്നോ ആദർശ രാഷ്ട്രീയമെന്നോ എന്നൊന്നും പറയാൻ കഴിയില്ല എന്ന കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ഈ രീതിയിലാണ് വി ഡി സതീശൻ്റെ കാടുകയറ്റം. ഒരുപക്ഷേ നാളെ നിതാന്തമായി എപ്പോഴും കാട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ചിലപ്പോൾ ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ കണക്കാക്കുവാൻ നമുക്ക് പറ്റും. അതേ പറ്റുകയുള്ളൂ എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ രീതിയിലാണ് വി ഡി സതീശൻ്റെ വനയാത്ര. സുഹൃത്തുക്കളുമായിട്ടാണ് അദ്ദേഹം വനയാത്ര നടത്തിയിരിക്കുന്നത്. ചില റീലുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ അന്തം ഫാൻസൊക്കെ വല്ലാണ്ട് ന്യായീകരിക്കുന്നുണ്ട്, വല്ലാണ്ട് ഇദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റൊക്കെ തയ്യാറാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. കനകോലുവിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ അതിന് യാതൊരു പഞ്ഞവുമില്ലല്ലോ. റീൽസൊക്കെ കട്ട് ചെയ്തിടാം. വനത്തിൽ ഇറങ്ങുന്ന സമയത്ത്, വനം കയറുന്ന സമയത്ത്, മലയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, പുൽമേടുകളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ റീലുകളിട്ട് മാസ് ബീജമിട്ട് ഇറക്കുവാനായിട്ട് അണികൾ ഇവിടെ സർവ്വതാ ജാഗരൂകരായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഏർപ്പെടുത്തിയ PR ടീം ഇവിടെ ജാഗരൂകമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മറ്റു പല ആൾക്കാർക്കും കൂടി ഇതുപോലെ റീലിടേണ്ടി വരും. രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ ഇനി മറ്റ് ആരെങ്കിലും ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന പ്രധാനമായും KC വേണുഗോപാലിനെ പോലുള്ള ആൾക്കാർക്കോ അങ്ങനെ പലർക്കും ഇതുപോലുള്ള റീലുകളിടാനുള്ള മോഹമൊക്കെ തോന്നും. ഒരുപക്ഷെ മലയാളി ഇനി അടുത്ത 24 ദിവസം ഇല്ല, ഇനി 20 ദിവസത്തോളമുള്ള കാലയളവിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള റീലുകൾ, പല രീതിയിലുള്ള മാസ് ബീജമിട്ട റീലുകൾ പരസ്പരം നമുക്ക് നോക്കിയിരുന്ന് ചിരിച്ച് കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. കാരണം ഇപ്പോൾ ഈ രീതിയിലൊക്കെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷം തീരെ മോശമാണ് എന്നല്ല, അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമത്തിന് തുടക്കമിട്ടത്. എൻ്റെ തല എൻ്റെ ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ട് പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരം വരെ ഫ്ലക്സ് ബോർഡുകൾ നിരത്തി വച്ച ഇടതുപക്ഷത്തിൻ്റെ രീതിയും ഇതൊന്നൊട്ടും വ്യത്യസ്തമല്ല. അവരും ഈ PR വർക്കിൽ തന്നെയാണ് സജീവം. അപ്പോൾ ഇങ്ങനെയുള്ള PR വർക്കുകാർ പറയുന്നതിന് കേട്ടിട്ടായിരിക്കും നാളെ ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് പോലും. നമ്മളുടെയൊക്കെ ഭാവി, നമ്മളുടെയൊക്കെ ധനപരമായ സംരക്ഷണം ഇനി കേരളത്തിൻ്റെ പല PR വർക്കുകളും നിയന്ത്രിക്കുന്നൊരു കാലം വിദൂരമല്ല എന്നാണ് ഇവരെല്ലാം ആവർത്തിച്ച് പറയുന്നത്. ഇങ്ങനെ ഒരാളിനെയാണോ നമുക്ക് മുഖ്യമന്ത്രി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണോ നമുക്ക് മുഖ്യമന്ത്രിമാരായി വരേണ്ടത് എന്ന് ജനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് എത്രമാത്രം സാധ്യതകളുള്ള ഒരു മേഖലയാണ് കേരളം. എന്തെങ്കിലും ഒരു സാധ്യതയെ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? പരമാവധി അതിനെ ചൂഷണം ചെയ്യുക എന്നതല്ല, അതിനെ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മലയും കാടും കുന്നും ജലാശയങ്ങളും ഒക്കെയുള്ള കേരളം അത്യധികം സമൃദ്ധമാണ്. ആ സമൃദ്ധമായ കേരളത്തിൽ
ഒരു ഊഷര ഭൂമി പോലെ, ഒരു വരണ്ട ഭൂമി പോലെ ഉപേക്ഷിക്കുവാനാണ് പലപ്പോഴും ഇവർ മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ യുവാക്കൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പല വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത്. ഇത്തരം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുടെ സ്ഥിതി എത്രത്തോളം ദുർബലമാണ്, അസ്ഥിരമാണ് എന്ന് പശ്ചിമേഷ്യൻ യുദ്ധം നമുക്ക് കാണിച്ചു തന്നതാണ്. ഈ കഴിഞ്ഞ ഒരു 1.5 മാസത്തോളമുള്ള കാലയളവിൽ എത്രമാത്രം ആൾക്കാരാണ്, ഏകദേശം 4 ലക്ഷത്തോളം ആൾക്കാരാണ് തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷൻ ചെയ്തത്. നാളെ ഈ കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതിരുന്നാൽ എങ്ങനെയാണ് ഇവർക്കിവിടെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുക? അതിനു വേണ്ടിയിട്ടുള്ള വ്യവസായശാലകൾ ഇവിടെ തുറന്നിട്ടുണ്ടോ? അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധ്യതകൾ ഇവിടെ തുറന്നു വച്ചിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ളതാണ്, ലേബർ ഫോഴ്സ് ഏറ്റവും അധികം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. വൃദ്ധന്മാരുടെ സംസ്ഥാനമായി മാറുകയാണ്. അത്തരത്തിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ വിദേശത്ത് പോകുന്ന സമയത്ത് ഇവിടെ വൃദ്ധന്മാരുടെ നാടായി പരിണമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കണ്ണിൽ പൊടിയിടൽ നാടകങ്ങൾ ഓരോന്നും നടത്തുന്നത്. പലപ്പോഴായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പലതരത്തിലുള്ള പ്രോജക്റ്റുകളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതായത് കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേകൾക്കൊക്കെയും നല്ല രീതിയിലുള്ള ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറം എന്തായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ ഇവിടുത്തെ പൗരന്മാരുടെ കാര്യത്തിൽ എന്നത് ഇരുത്തി ചിന്തിക്കേണ്ടതിൻ്റെ വസ്തുത നമുക്ക് വളരെയധികം ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ വനയാത്ര നടത്തുവാനോ അല്ലെങ്കിൽ വസതിക്ക് തൊട്ടരികിൽ ഒരു ഗോശാല ഇട്ടാലോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഭാരതീയ സംസ്കൃതിയോട് ചേർന്ന് നിൽക്കുവാൻ കഴിയില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷമാണല്ലോ ഗുരുവായൂരിൽ ചെന്ന് പരസ്യമായി ചെന്ന് നിങ്ങളുടെ ദേവനാണോ അവിടെ ഇരിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തിവിടുന്നത്. നേരെ മറിച്ച് മറ്റെവിടെയെങ്കിലും പോയി ചെന്ന് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുവാൻ അതിനുള്ള ഒരു ധൈര്യമുണ്ടാകുമോ? അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിച്ചാൽ പണ്ട് പങ്കായം കൊണ്ട് ഓടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴുതി മാറും. അങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കേരളത്തിലെ കടലോര പ്രദേശത്തിലെ മനുഷ്യർ വരവേറ്റത്, പങ്കായം കൊണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിനെ ഇവർ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മുനമ്പം വിഷയത്തിൻ്റെ സമയത്ത്, വഖഫ് ഭൂമിയുടെ സമയത്ത് ഒരു വിഭവങ്ങളുടെ സമാഹരണം തുല്യമായി വീതിച്ചു കൊടുക്കണം, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഭാഗത്തിന് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് കൊണ്ട് കൂടുതൽ വിഭജിച്ച് കൊടുക്കുന്നതല്ല മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഭരണാധിപന്മാരുടെയോ ഒക്കെ യോഗ്യതയും അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യമൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ആളായിരിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതാണ്. അല്ലാതെ വനയാത്ര നടത്തി എന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊന്നും മനസ്സിലാക്കാതെ വനയാത്ര നടത്തി എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാസ് ബീജം ഇട്ടതുകൊണ്ടോ ഒന്നും ശരിയായ തരത്തിലുള്ള നേതാവായിട്ട് മാറുവാനായിട്ട് കഴിയുകയില്ല എന്ന് വി.ഡി. സതീശൻ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം. ധാരാളം ആൾക്കാർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്, നിങ്ങളിത് കണ്ടിട്ടില്ലേ, ഇതിനോട് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തണമെന്ന് പറഞ്ഞിട്ട്. അവരുടെ അഭിപ്രായമാണിത്. അതായത് കേരളത്തിൻ്റെ അഭിപ്രായം, കേരളത്തിലെ മനുഷ്യരുടെ അഭിപ്രായം, നിങ്ങൾക്ക് വോട്ട് ചെയ്ത മടുത്ത മനുഷ്യരുടെ അഭിപ്രായം ചെവിക്കൊള്ളാതെ പോകരുത്. ഒരു നാൾ നിങ്ങൾ അത് ചെവിക്കൊള്ളേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.